നമ്മൾ മരിച്ച് പുഴുവരിച്ച് റോഡിൽ കിടന്നാൽ അറപ്പോടെയല്ലാതെ നമ്മളെ വാരിയെടുക്കാൻ ഈ ലോകത്തൊരാളുണ്ടെന്ന് പറയാൻ കഴിയുമോ? നമ്മുടെ മാതാപിതാക്കൾക്കോ പ്രിയപ്പെട്ടവർക്കോ ആർക്കും നമ്മളെ അങ്ങനെ കണ്ടു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അവർ ഭയന്ന് പിന്മാറുകയോ മോഹാലസ്യപ്പെടുകയോ ഓക്കാനിക്കുകയോ ഒക്കെ ചെയ്യും. കാരണം ഭയവും അറുപ്പുമെല്ലാം മനുഷ്യ സഹജമാണ്. എന്നാൽ ചീഞ്ഞു നാറുന്ന മൃതദേഹങ്ങളെ സ്നേഹത്തോടെ ആദരവോടെ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാക്കുന്ന വിനുവിന്റെ കഥയാണ് മാധ്യമപ്രവർത്തകനായ നിയാസ് കരീം എഴുതി മാതൃഭൂമി പ്രസിദ്ധീകരിച്ച മരണക്കൂട്ട്. പോലീസുകാരൊഴികെ ആരും തന്നെ വിനുവിനോട് നേരെ സംസാരിക്കാറില്ല, ഒപ്പമിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. സമൂഹം വിനുവിനെ കാണുന്നത് ശവംവാരി എന്ന അപമാനത്തിന്റെ ചെരുപ്പ് കഴുത്തിൽ കെട്ടിയാണ്. അതുകൊണ്ടാണ് തന്റെ കഥ എഴുതാൻ വന്ന മാധ്യമപ്രവർത്തകനോട് തന്റെ ഏമാന്മാരെ കുറിച്ച് ഒരക്ഷരം മോശമായി എഴുതരുതെന്ന് വിനു പറയുന്നത്. കാരണം പുച്ഛത്തോടെ അല്ലാതെ വെറുപ്പോടെ അല്ലാതെ വിനുവിനോട് സംസാരിക്കുന്നത് പോലീസുകാർ മാത്രമാണ്. ഏറ്റവും തീവ്രമായി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. പക്ഷേ വിനുവിന്റെ ആത്യന്തികമായ ആഗ്രഹം സ്വന്തമായൊരു ശ്മശാനമാണ്. മരിക്കുമ്പോൾ അയാൾക്ക് കിടക്കാനല്ല, മരിക്കുന്നവരെ ഉറക്കിക്കിടത്തി അയാൾക്ക് ഉണർന്നിരിക്കാനാണ്. അവതാരികയിൽ സന്തോഷിച്ചിക്കാനും പറയുന്നത് പോലെ ഈ പുസ്തകം ഉപാധികളില്ലാത്ത സ്നേഹത്തിന്റെ മൃതഗന്ധം കൊണ്ട് നിങ്ങളെ അസ്വസ്ഥരാക്കും. കാരണം ഇത് മരണത്തിന്റെ ഇതിഹാസമാകുന്നു.